കൊല്ലം പള്ളിമുക്കിൽ ഇരുചക്ര വാഹന യാത്രികരെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ഇരുചക്ര വാഹനത്തിലുള്ളവർക്ക് തലയ്ക്ക് പരിക്കേറ്റില്ല. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ അപകടമായി മാറിയേക്കാവുന്നൊരു സംഭവമാണ് തന്നെയാണത്. ഹെൽമെറ്റ് ഉള്ളതിനാലാണ് കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. വളരെ വേഗത്തിൽ വന്ന കാർ ഈ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് കാണാം. അതിൽ 2 സ്ത്രീകൾ ആണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങളുമായി അരുൺരാജ് തത്സമയം ചേരുന്നുണ്ട്. അരുൺരാജ്, അത്രമേൽ വേഗത്തിൽ വന്നൊരു കാറാണ് ഇവരെ ഇടിച്ചു തെറിപ്പിച്ചതെന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ ഭാഗ്യം ഹെൽമെറ്റ് ധരിച്ചതിനാൽ തലയ്ക്ക് പരിക്കുകളില്ല, മറ്റു കാര്യമായ പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ പറയൂ. പ്രജിൻ, കുറച്ചു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലം പള്ളിമുക്കിലാണ്. ഈ പള്ളിമുക്കിൽ ഈ ഓട്ടോറിക്ഷ 2 ഓട്ടോറിക്ഷ ഈ മെയിൻ റോഡിൽ നിന്ന് ഇടറോഡിലേക്ക് കയറുകയാണ്. ഇതിനിടയിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ റോഡിന്റെ പകുതിക്ക് വെച്ച് ഈ വാഹനം നിർത്തുകയായിരുന്നു. ഈ വാഹനം നിർത്തിയപ്പോൾ ഇതിന് ഈ മെയിൻ റോഡിലൂടെ വന്ന ഇരുചക്ര യാത്രികരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ ഓട്ടോയുടെ പിൻവശത്ത് ഇടിച്ചുകൊണ്ട് ഈ വാഹനം മറിയുകയായിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ 2 ഇരുചക്ര യാത്രികർക്കും കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം തന്നെ ഇവർക്ക് ഉണ്ടായില്ല. പക്ഷേ വാഹനം ഓടിച്ചിരുന്ന ആ സ്ത്രീ ദൂരേക്ക് തെറിച്ചു വീഴുകയും പിറകുവശത്തിരുന്ന സ്ത്രീയുടെ കാലിൽ കൂടി ഈ കാറ് കയറി ഇറങ്ങുന്ന സ്ത്രീയുണ്ട്. ആ കാലിന് മാത്രമാണ് പരിക്കുണ്ടായത്. എന്തായാലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവൻ നഷ്ടമാകാത്ത അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോയത്. എന്തായാലും ഈ അപകടത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർക്കെതിരെയും അതുപോലെ തന്നെ കാർ ഡ്രൈവർക്കെതിരെയുമാണ് കേസ് നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുക. അതിൽ ഓട്ടോ മധ്യഭാഗത്തേക്ക് വന്ന് വലത്തോട്ട് തിരിയുന്നുണ്ട്. ആ സമയത്താണ് ഈ 2 വീലറിൽ വന്ന ഇവർ അതിലിടിക്കുന്നത്. ചെറുതായിട്ട് തട്ടുന്നു, പിന്നീട് അപ്പോഴത്തേക്കും ബാലൻസ് നഷ്ടപ്പെട്ടതാവാം. പുറകെ വന്ന കാർ ഇവരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. എന്തായാലും വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നത് ആശ്വാസമാകുന്നു. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.